കൊച്ചി മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പൻ പള്ളൂരുത്തി സെന്റ് തോമസ് സ്കൂളിലെ 132 നമ്പർ ബൂത്തിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി എത്തിയത്. തെരഞ്ഞെടുപ്പിൽ കൊച്ചി ജയിക്കുമെന്നും അതോടൊപ്പം താനും ജയിക്കുമെന്നും വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് രാവിലെ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷമാണ് കൊച്ചി മണ്ഡലം NDA സ്ഥാനാർത്ഥി സേവ്യർ ജൂലപ്പൻ വോട്ട് ചെയ്യാനെത്തിയത്. ആത്മവിശ്വാസത്തോടെയും പ്രാർത്ഥനാപൂർവവുമാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് ദിനത്തെ വരവേറ്റത്. തുടർന്ന് കുടുംബസമേതം പള്ളുരുത്തി സുറിയാനി പള്ളിക്ക് പിൻവശമുള്ള സെന്റ് തോമസ് സ്കൂളിലെ 132 നമ്പർ ബൂത്തിലെത്തി അദ്ദേഹം തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ കൊച്ചിയുടെ പാരമ്പര്യവും പ്രതാപവും വീണ്ടെടുക്കുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. കൊച്ചിയുടെ സമഗ്ര വികസനമാണ് എന്റെ ലക്ഷ്യം. കൊച്ചിയിലെ ഓരോ വോട്ടറും മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഈ പോരാട്ടത്തിൽ വലിയ വിജയ പ്രതീക്ഷയാണുള്ളതെന്നും സേവ്യർ ജൂലപ്പൻ പറഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ദിനമായ ഇന്ന് കൊച്ചിയുടെ പ്രതാപവും പൗഢ്യവും വീണ്ടെടുക്കുക എന്നുള്ള ജനാഭിലാഷത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്ന ഈ കൊച്ചി വികസന പത്രിക ജനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ കൊച്ചിയിലെ ജനങ്ങളെ ജയിക്കൂ, കൊച്ചിയെ ജയിക്കൂ, അവരോടൊപ്പം ഞാനും ജയിക്കും. താൻ തയ്യാറാക്കിയ കൊച്ചി വികസന പത്രിക ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പിൽ കൊച്ചിയുടെ വികസനം തന്നെയാകും നിർണായകമാവുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. In every curious question, we see a scientist. In every step they take, we see a champion. We don't just care for children. We nurture who they are becoming. Sanford Preschool, where learning begins.